മാവേലിയോടൊപ്പം ഇരിട്ടിയിലാണ് സാക് കമ്പ്യൂട്ടർ അക്കാദമിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് സഹോദരന്മാർ മാവേലി വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്ന് നിന്നിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബോസ് ഉണ്ട്. സാറിൻ്റെ പേര്? എൻ്റെ പേര് അബ്ദുള്ള. മാഡത്തിൻ്റെ പേര്? നിഷ. ഓക്കെ സാർ, നമ്മൾ ഇവിടുന്ന് പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെ കോഴ്സുകൾ പഠിപ്പിക്കുന്നത്? ഞങ്ങളെല്ലാം തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് കൊടുക്കുന്നത്. ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളാണ്. അതിൽ അക്കൗണ്ടിങ്, മൾട്ടിമീഡിയ, ആനിമേഷൻ, എസ്പെഷ്യലി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്നൊരു കോഴ്സ് നമുക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. എല്ലാത്തിനും പുറമെ ഗവൺമെൻറ് അപ്രൂവ്ഡ്, കേരള സർക്കാരിൻ്റെ ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റാണ്, PSC അപ്രൂവ്ഡ് ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾ നൽകുന്നത്. അപ്പോൾ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ്, മൊബൈൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള എല്ലാം തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് നൽകുന്നത്. ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് നമ്മൾ തൊഴിൽ കിട്ടണമെങ്കിൽ ഏകദേശം എത്ര വർഷത്തെ കോഴ്സ് പഠിക്കണം? 6 മാസ കോഴ്സുണ്ട്, 1 ഇയർ കോഴ്സുണ്ട്. 6 മാസം കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. ജോലി സാധ്യത നമ്മൾ കേരളത്തിൽ തന്നെയാണോ അല്ലെങ്കിൽ? തീർച്ചയായും ഞങ്ങളെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് വളരെ വലുതാണ്. കാരണം ഞങ്ങൾ കേരളത്തിലായാലും പുറത്തായാലും വിദേശ രാജ്യങ്ങളിലടക്കം ഞങ്ങൾ പ്ലേസ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊരു മറ്റ് സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 3 വർഷത്തെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഞങ്ങൾ നൽകുന്നുണ്ട്. ഒരു കുട്ടി സാധാരണ രീതിയിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പുറത്തിറങ്ങി അവരങ്ങ് പോയി അവർക്ക് ജോലി കൊടുത്തു എന്ന രീതിയിലേക്ക് ഉണ്ടാവും. ഞങ്ങൾ ആ കുട്ടിയെ കണ്ടിന്യൂസ് 3 ഇയേഴ്സ് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 വർഷത്തോളം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ 1 ഇയർ കഴിഞ്ഞ് 1 ഇയർ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അതിനുശേഷം അടുത്ത ജോലിയിലേക്ക് മാറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയൊക്കെ ഞങ്ങൾ ചെയ്തു വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ മൊത്തം എത്ര വർഷമായി ഇവിടെ? ഞങ്ങൾ 14 വർഷമായി. 14 വർഷമായി. മൊത്തം എത്ര സെക്ഷൻ ഉണ്ട് ഇവിടെ? ഇവിടെ ഞങ്ങൾക്ക് കർണാടകയിൽ ഗോണിക്കുപ്പയിൽ ബ്രാഞ്ചുണ്ട്, കൂത്തുപറമ്പിലും ബ്രാഞ്ചുണ്ട്. അപ്പം കർണാടകയിലാണോ സ്റ്റാർട്ടിങ്? ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 14 വർഷം കേരളത്തിന്റെ മണ്ണിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം കർണാടകയിൽ വരെയായി. തീർച്ചയായും 14 വർഷത്തെ പാരമ്പര്യം. അതിനിടയിൽ ഒരുപാട് അപ്ലിക്കേഷൻസ്, ഒരുപാട് അംഗീകാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചില പ്രൊജക്റ്റുകൾക്ക് ഉണ്ട്. DDU-GKV എന്നൊക്കെ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല പ്രൊജക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ജോലി നൽകിയ അവാർഡൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ജോലി വാങ്ങിക്കൊടുത്ത സ്ഥാപനം കൂടി എന്നുള്ളൊരു അവാർഡ് കൂടി കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കാതെ പോകുന്നത് മോശമല്ലേ? കണ്ണൂർ വിഷൻ്റെ വകയായിട്ട് ഓണാശംസകൾ നേടുന്നുകൊണ്ടുള്ള ഒരു മൊമെൻ്റ് മാവേലി സാറിനായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ്. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. കണ്ണൂർ വിഷനെ പോലെയുള്ളൊരു ചാനൽ ഇത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുകയും ഇങ്ങനെയുള്ള പൊതുപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന റോള് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഞാൻ നിങ്ങളുടെ ഒരു ചാനലുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ്. തീർച്ചയായും എല്ലാവർക്കും സാക് അക്കാദമിയുടെ ഓണാശംസകൾ നേരുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ 14 വർഷങ്ങളായി സാക്കിൻ്റെ ഓണാഘോഷം എന്ന് പറയുന്നത് ഇരിട്ടിയിലെ ഓണാഘോഷം എന്നൊക്കെ പറയുന്നത് ഇരിട്ടിയുടെ ഓണാഘോഷങ്ങളിൽ വലിയ പങ്ക് വഹിക്കുകയാണ് സാക്ക് എന്ന് പറയുന്നത്. കാരണം കുട്ടികളുടെ ഓണാഘോഷ പരിപാടികളോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര മേഖലകളിലെ പ്രതിനിധികൾക്ക് വേണ്ടിയിട്ടുള്ള ഓണസദ്യ അടക്കം നമ്മൾ കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് ഇവിടെ ഒരുക്കുന്നുണ്ട്. ഈ വർഷം വളരെ ഗംഭീരമായ രീതിയിൽ സാക്കിൻ്റെ പ്രോഗ്രാമുണ്ട്. സെപ്റ്റംബർ 1-ാം തീയതി 2-ാം തീയതിയുമാണ് ഇരിട്ടിയുടെ ഓണാഘോഷം നടക്കുന്നത്. അപ്പോൾ അതിലും ഏറ്റവും നല്ല രീതിയിൽ നമുക്കറിയാം ഒരു സന്ദേശം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ പൂക്കളം തന്നെയാണ് നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത്. കാരണം വ്യത്യസ്ത തൊടികളിൽ, വ്യത്യസ്ത പറമ്പുകളിൽ, വ്യത്യസ്ത ആൾക്കാരുടെ, വ്യത്യസ്ത ജാതിയിൽ, മതങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പൂക്കളാണ് നമ്മൾ ഒറ്റ ക്യാൻവാസിൻ്റെ ഉള്ളിൽ ഒരു കളത്തിനുള്ളിലേക്ക് ഒരുക്കി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രെയിമിനുള്ളിലേക്ക് എത്തുമ്പോൾ അതിന് വളരെ ഭംഗിയായി കാണുകയാണ് നമ്മളല്ലേ. അതുപോലെ തന്നെയാണ് അത് തന്നെയാണ് ഓണം നൽകുന്ന സന്ദേശവും. നമ്മൾ വിവിധ ജാതി, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, മത മേഖലകളിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഐക്യം തന്നെയാണ് ഓണത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ നേരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ വിഷൻ്റെ ചാനൽ എല്ലാവർക്കും, അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക്, ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നല്ല സന്ദേശം നൽകുകയാണ്.